ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നത് അത്രയും ഫീസിബിൾ ആയിട്ടുള്ള, നമുക്ക് കേൾക്കാൻ അത്ര താല്പര്യമുള്ളൊരു ന്യൂസ് അല്ല. ഐ എം ഓൾസോ ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇന്ന് തന്നെ ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് ഇതറിയാതെ, ഈ ഇൻഫർമേഷൻസ് അറിയാതെ ഇവിടെ വന്ന് ആരും പെട്ടുപോയതെന്ന് വിചാരിച്ചിട്ടാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫോർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഓർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷൻ. ആക്ച്വലി നമ്മൾ മോൾഡീവ്സിൽ വർക്ക് ചെയ്യുന്ന എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതുപോലെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ വലിയ വളച്ചുകെട്ടൊന്നുമില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മോൾഡീവ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നമ്മൾ ഏൺ ചെയ്യുന്ന മണി നമ്മുടെ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം, അല്ലേ? നമ്മൾ ഒരുപാട് ഡ്രീമായിട്ടും ഒരുപാട് ആവശ്യങ്ങളായിട്ടും ഒക്കെയാണ് നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സാക്ട്ലി ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ അധ്വാനിക്കുന്ന ക്യാഷ് വലിയ നഷ്ടം കൂടാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ബാങ്കുകൾ റെമിറ്റൻസ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോസസ്സിന് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രോസസ്സ് വരുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റേഷൻസ് വന്നതും $500 എന്നുള്ളത് $400 ആയിട്ട് വെട്ടിക്കുറച്ചതും പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിഗിനിങ് ആണ്, എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ആണ് ഇങ്ങനൊരു റൂൾ വരുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ ഇത്രയും ഈ $400 തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി പുതിയൊരു റൂൾ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് റീസെൻ്റ്ലി, ഇന്ന് വന്ന റൂളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ബിക്കോസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ട്രാവൽ ചെയ്യുന്ന ടൈമാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ടീച്ചേഴ്സ് മാത്രമല്ല, നഴ്സിംഗ് പ്രൊഫഷനിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇതറിയാതെ പോയിട്ട് ഒരു അബദ്ധത്തിൽ വന്നു പെട്ടു എന്ന് തോന്നരുത് എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ടു ബി ഓണസ്റ്റ്, ഇതുവരെ ഞാൻ വളരെയധികം നെഗറ്റീവായിട്ടൊന്നും ഇങ്ങനെയുള്ള ഇപ്പോൾ ജോബ് റിലേറ്റഡുള്ള കാര്യങ്ങളിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമ്മളും ഒരു പാർട്ടിൽ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വരുന്നവർക്കുള്ള ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ഇല്ലാതാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് എ വെരി ബിഗ് സീരിയസ് ഇഷ്യൂ വി ഓൾറെഡി ഫേസിങ് ഹിയർ. ബട്ട് ഇനി വരുന്നവർ ഇതുപോലുള്ള സിറ്റുവേഷനിൽ വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ റെമിറ്റൻസ് റേറ്റ് എന്ന് പറയുന്നത് $400 എന്നുള്ള എമൗണ്ടിൽ നിന്ന് അത് മാറ്റിയിട്ട് $150 എന്നുള്ള ലിമിറ്റിലേക്ക് ബാങ്ക് ഇപ്പോൾ പുതിയൊരു റൂള് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ $400 എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് നിയർ 30,000 to 33,000 ആണ് നമ്മളൊരു മന്ത്ലി നമ്മൾ ഇവിടുത്തെ എമൗണ്ടിൽ നിന്ന് നമ്മുടെ INR-ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മണി ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ മണി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ വയ്ക്കുക എന്നല്ലാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ 400-ൽ നിന്ന് പകുതി പോലും അല്ലാതെ $150 ഇവരിത് റിഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 13,000 മിനിമം 12,000 to 13,000 rupees മാത്രമാണ് ഈ 75 to 85 സാലറി വാങ്ങുന്ന നമുക്ക് നാട്ടിലേക്ക് ഒരു മാസം അയക്കാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ? അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ടീച്ചേഴ്സിൻ്റെയാണ് ഞാൻ ഈ സാലറി പറഞ്ഞത്. നഴ്സിനും മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൽ കൂടുതൽ വരുന്നുണ്ട്. എല്ലാവർക്കും സെയിം ലെവലിലാണ് ഈ റെമിറ്റൻസിൻ്റെ എമൗണ്ട് വെട്ടിക്കുറച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇല്ല, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോപ്പർ ആവുന്നില്ല, ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ലിറ്ററലി ഞാനടക്കം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിന് കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമ്മളതിനെ എഗെയിൻസ്റ്റ് പറഞ്ഞൊരു പ്രശ്നമാക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജോബും കുറേ ഡ്രീംസും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നു, ആ പൈസ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പേപ്പറിൻ്റെ വാല്യൂ പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മളിനി എന്ത് ചെയ്യണം എന്നുള്ള വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. എന്ത് സംഭവിക്കാം? മാറ്റം വരാതിരിക്കാം, എല്ലാം സംഭവിക്കാം. $400 ആക്കിയ സമയത്തും ഇവർ പറഞ്ഞിരുന്നത് സൂൺ ഇറ്റ് വിൽ ബി, അത് പെട്ടെന്ന് തന്നെ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ്. പക്ഷേ ആ മാറ്റം എന്ന് പറയുന്നത് വീണ്ടും താഴോട്ടാണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. നമ്മൾ മുകളിലോട്ട് 400 500 തന്നെ ആവും എന്നുള്ളൊരു എയിമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത ഒരു രീതിയിൽ ഒരു ഡിക്ലറേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്കിപ്പോൾ ഇവിടെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ടെൻഷനിലായിരിക്കും. ടീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നത് എൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ടാണ്. ബാക്കി എല്ലാ പ്രൊഫഷനിലുള്ള വർക്ക് ചെയ്യുന്നവർക്കും വളരെയധികം ടെൻഷനായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം.
അതുപോലെ തന്നെ ഇനി ഇവിടെ ജോയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഒരുപാട് ലോൺ എടുത്തിട്ടും നമ്മൾ ഏജൻസിക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടും എല്ലാം കൊടുത്തിട്ട് നമുക്കൊരു മന്ത്ലി നമ്മുടെ നാട്ടിൽ ഏൺ ചെയ്യുന്ന എമൗണ്ടേ നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതറിയാതെ ഒരാളും അബദ്ധം പറ്റിക്കൊണ്ട് ഇവിടെ വരരുത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബാക്കിയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല. ബാങ്ക് ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ നമുക്ക് അടുത്ത മാസം റെമിറ്റൻസ് നമ്മൾ ആപ്പ് വഴി അയക്കും. നമുക്ക് അത്ര എമൗണ്ട് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ നമ്മുടെ ഒന്നും ചെയ്യാനില്ല, നമുക്കൊരു ചേഞ്ചസും വരുത്താനില്ല. അവർ തരുന്ന സർവീസ് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രാജ്യം അനുഭവിക്കുന്ന ക്രൈസിസ് ആണ്. ഈ ഡോളർ ഇല്ലാത്ത അവസ്ഥ കൊണ്ടാണ് നമ്മുടെ എമൗണ്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ക്രൈസിസ് ആണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ ബ്ലെയിം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ബട്ട് നമ്മളിവിടെ വരുന്നവർ കുറേ പേര് വന്നു കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ വരാൻ നിൽക്കുമ്പോൾ തന്നെ ഇത്രയും പ്ലാനിങ് കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ വളരെ അധികം ഡിസപ്പോയിൻറ്റഡ് ആയി പോകാനൊരു സാധ്യത ഉള്ളത് കൊണ്ട്, കാരണം ഈ അയക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എമൗണ്ടിനെ വളരെ വില കുറച്ച് കാണുകയല്ല, പക്ഷെ ഒരു വിദേശത്ത് വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഒരു അത്യാവശ്യത്തിന് കയ്യിൽ പൈസ ഉണ്ടായിട്ട് അത് അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ, ഇറ്റ്സ് വെരി പാത്തറ്റിക്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ, ചേഞ്ചസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ മൊമെൻറ്റ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇതറിയാതെ അബദ്ധത്തിൽ പെട്ടുവെന്ന് ആർക്കും തോന്നരുത്. ഇങ്ങനൊരു കറണ്ട് സിറ്റുവേഷൻ, ഇവിടുത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിപ്പോൾ ലിമിറ്റ് കുറച്ചു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്ത് ഇതേ എമൗണ്ട് തന്നെയായിരിക്കും വരിക. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് മന്ത്ലി ഇവിടുത്തെ ATM കാർഡ് വെച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ ആ ATM കാർഡ് എത്തിച്ചു കഴിഞ്ഞാൽ 8,000 rupees എവറി മന്ത് നമുക്ക് INR നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അതും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഒരു എമൗണ്ടും ATM കാർഡ് വഴി നാട്ടിൽ പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എക്സാക്ട്ലി ഈ $150 എത്ര എമൗണ്ട് വരുമോ ആ എമൗണ്ട് മാത്രമാണ് നമുക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റുന്നത് ബാങ്ക് വഴി. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി വരാൻ നിൽക്കുന്നവർ, പ്ലാൻ ചെയ്യുന്നവർ, ഏജൻസിക്ക് വേണ്ടി ഒരുപാട് മണി സ്പെൻഡ് ചെയ്തവർ എല്ലാവരും ഒന്നുകൂടി ആലോചിക്കുക. ഇനി ഈ അവസ്ഥ നാളെ മാറാതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ $500-400 ആക്കിയ സമയത്ത് ഇതേപോലത്തെ കുറേ ഹോപ്സ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് ആ രാജ്യം അത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു മാറ്റം എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ ഈ എമൗണ്ട് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ കൺവേർഷൻ നടക്കും എന്നുള്ളതൊക്കെ നമുക്കൊരു പ്രതീക്ഷ മാത്രമാണ്. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിലോ ആരുടെയും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത്രയും ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇവിടെയുള്ള എക്സ്പാട്രിയേറ്റ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതറിയാതെ ഒരു അബദ്ധത്തിൽ ആരും വരാതിരിക്കുക, പെട്ടുപോകാതിരിക്കുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പെട്ടുപോലെ തന്നെയാണ്. കാരണം നമുക്ക് പൈസ അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. മാറ്റങ്ങൾ വന്നേക്കാം. പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ആയിട്ട് വരും. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതിൽ ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. ബട്ട് എനിക്കിത് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെയിൽ വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാം, കമൻറ്റായി അറിയിക്കാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.